പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ നമ്മുടെ സ്വഭാവം എന്താണ് എന്ന് കർത്താവ് ചോദിച്ചിട്ടുണ്ടേ. നമ്മുടെ സ്വഭാവം എന്താണെന്ന് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ഇല്ലേ? ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട്. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, അതാണ് ചോദിക്കുന്നത്. നിൻ്റെ സ്വഭാവം എന്താണെന്ന്. ലുക്കാ 9:55 സമരക്കാരെ വഴിവിടാതിരുന്നപ്പോഴേ അപ്പോസ്തലന്മാർ ക്ഷുഭിതരായി. അവർ തിരിച്ചു വന്ന് പറഞ്ഞു, അവന്മാരുടെ തലയിൽ ഇടുത്തി വീഴാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അല്ലേ? അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ. ലുക്കാ 9:55. അപ്പോൾ ഈശോ പറഞ്ഞത്, നിങ്ങളുടെ സ്വഭാവം എന്താണ്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, എന്ത് ആത്മാവാണ് നിങ്ങളെ നയിക്കണത്? ബൈബിളിലെ ആത്മാവും സ്വഭാവത്തിന് ആത്മാവാണ്. ഏത് ആത്മാവ് നയിച്ചാൽ ആ സ്വഭാവം ഉണ്ടാവും എന്ന് പറയും. ദുഷ്ടാത്മാവ് നയിച്ചാൽ ദുഷ്ടസ്വഭാവം ഉണ്ടാവും. അതാണ് സംഭവം. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. സ്വഭാവവും ആത്മാവിൻ്റെ ഫലമായിട്ടാണ് സ്വഭാവത്തെ ബൈബിൾ കാണുന്നത്. അതുകൊണ്ടാണ് സമരക്കാർക്ക് ഇടുത്തി വീണ് ചാകാൻ ഞങ്ങളെ കൽപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈശോ പറയും, എന്ത് സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കും. കൃപയെ അന്വേഷിക്കുമ്പോൾ, അനുഗ്രഹത്തെ അന്വേഷിക്കുമ്പോൾ അടിസ്ഥാനപരമായി ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. എന്ത് സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്? അനുഗ്രഹം ലഭിക്കാനായാലും ശരി, കൃപ ലഭിക്കാനായാലും ശരി, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ. അമ്മയാണ് അല്ലെങ്കിൽ അപ്പനാണ്. ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രഷറിന് മരുന്ന് കഴിക്കാവുന്നു. ഒന്നെങ്കിൽ മകളുണ്ടെങ്കിൽ മകളെടുത്ത് തരും, അല്ലെങ്കിൽ മരുമകളുണ്ടെങ്കിൽ മരുമകളെടുത്ത് തരും എന്ന് വിചാരിച്ചോ. വിചാരിച്ചാൽ മതിയേ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം മകളെടുത്ത് തരാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ കൂളായിട്ട് പോയി എടുക്കും. ഒരു ദിവസം മരുമകളെടുത്ത് തരാൻ മറന്നുപോയി, നമ്മൾ കൂളായിട്ട് പോയി എടുക്കത്തില്ല. അതാണ് പ്രശ്നം വരുന്നത്. അതാണ് സ്വഭാവം. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ സ്വഭാവത്തെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈശോ ചോദിക്കും, ഈ മകളെടുത്ത് വന്ന് തരാതിരുന്നപ്പോൾ നിനക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ. ഇപ്പം മരുമകൾ അത് തന്നെ തെറ്റ് തന്നെ മരുമകൾ ചെയ്തിരിക്കണത്. പിന്നെ അവളുടെ എന്തിനാ മുടിക്കൂത്തി പിടിക്കാൻ പോണത്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. എന്ത് സ്വഭാവമാണ് നിന്നെ നയിക്കണത്? ഈ സ്വഭാവം വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പാടായിട്ട് വരും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തെ പൗത്രീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ക്രിസ്മസിന് ഒരുങ്ങാനുള്ള ചോദ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലേ. എന്ത് സ്വഭാവമാണ് നമ്മളെ നയിക്കുന്നത്? ലുക്കാ 9:55. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ഓരോ വിഷയവും വരുമ്പോഴും നമ്മൾ പൊട്ടിത്തെറിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോഴേ കർത്താവ് നമ്മളോട് ചോദിക്കും, മോളെ നീ ഉടമ്പടി എടുത്തല്ലേ, മകനെ നീ ഉടമ്പടി എടുത്തല്ലേ, സ്റ്റിൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. എന്തരൂപിയാണ് നിന്നെ നയിക്കുന്നത്? അവിടെ ഉടമ്പടിയുടെ പുരോഗമനം നമ്മുടെ സുവിശേഷപരമായ സ്വഭാവ രൂപീകരണമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ
അതാണ് സംഭവം. വചനം സ്വാംശീകരിച്ച് കഴിയുമ്പോൾ വചനത്തിന് ബ്ലീച്ചിങ് ഇഫക്റ്റാണ് ഉള്ളത്. വചനത്തിന് ബ്ലീച്ചിങ് ഇഫക്റ്റാണ് ഉള്ളത്. അതിൻ്റെ ശക്തീകരണം പോലെ തന്നെയാണ് അതിൻ്റെ വിശുദ്ധീകരണം വരുന്നത്. ഇപ്പം യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് വെള്ളത്തിൽ കൊണ്ടുപോയി ബ്ലീച്ചിങ് പൗഡർ ഇടണ പോലെയാണ്. വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ശുദ്ധമാകും. ഇതുപോലെ നമ്മുടെ സ്വഭാവത്തിൽ വചനം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം ശുദ്ധമാകും. അതിനാണ് ഈ വചനം കേൾക്കണത് നമ്മൾ. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ വചനം വളരെ സീരിയസ് വിഷയമാണ്. അത് സ്വഭാവത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ സ്വഭാവം വിശുദ്ധീകരിക്കപ്പെടും, വചനം സ്വീകരിക്കുന്നതനുസരിച്ച് കൊണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആ പ്രഷറിൻ്റെ മരുന്നെടുത്ത് കൊടുത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ചോദിച്ച അമ്മച്ചിയോട്, അമ്മച്ചി മകളെടുത്തപ്പോൾ അമ്മച്ചിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം മരുമകൾ എടുത്ത് തരാതിരുന്നപ്പോഴും എന്തിനാ അമ്മച്ചി പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ പറയാം, അച്ഛാ അതെ അവളിപ്പോൾ 1-2 പ്രാവശ്യമില്ല, ഇപ്പോൾ 3-4 പ്രാവശ്യമായി ഇപ്പം ഇങ്ങനെ കാണിക്കണത്, ഞാൻ പ്രശ്നം ചത്തുപോകണം അവൾക്ക് അതാണ് ഇഷ്ടമെന്ന് പറയും. അതാണ് അവർ പറയണത്. 1-2 പ്രാവശ്യം കാണിച്ചെന്നാണ് പറയണത്. ഇപ്പോൾ 1-2 പ്രാവശ്യം ഒരു തെറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും? 1-2 പ്രാവശ്യം ആദ്യം തെറ്റ് വരുമ്പോൾ നമ്മൾ ക്ഷമിക്കും. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താ? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. വീണ്ടും തെറ്റ് ആവർത്തിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രത്യാശിക്കും, അവൾ നന്നാവുമെന്ന് വിചാരിച്ചുകൊണ്ട്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? കാത്തിരിക്കണ സ്നേഹമാണ് പ്രത്യാശ. കാത്തിരിക്കണ സ്നേഹമാണ് പ്രത്യാശ. അവൾ നന്നാകുമെന്ന് വീണ്ടും ആവർത്തിച്ച് തെറ്റ് വരുമ്പോൾ വീണ്ടും നമ്മൾ പ്രത്യാശിക്കും, അവൾ നന്നാകും എന്ന് പറയുമ്പോൾ എന്താണ്? കാത്തിരിക്കണ സ്നേഹം. ഈ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ കാത്തിരിക്കുന്ന സ്നേഹം വരുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെയാണ് സൗമ്യത ഉണ്ടാകണത്. സൗമ്യത ഇല്ലേ? അമ്മ അട്ടടയന്മാർ പെറ്റതറിയാൻ വന്നപ്പോഴേ വേറെ ആരും വന്നില്ലല്ലോ. അപ്പം പറഞ്ഞിട്ട് അപ്പനും വന്നില്ല, സ്വന്തം അമ്മയും ഇല്ല, അപ്പനും ഇല്ല. അന്യനാട്ടിൽ വഴിയരികിൽ കിടന്ന് പ്രസവിക്കേണ്ടി വന്നപ്പോഴേ അമ്മ കാണിച്ചത് എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിക്കും. ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറുമ്പോഴും കാത്തിരിക്കാൻ നിനക്ക് റെഡിയാണെങ്കിൽ നിനക്ക് ദൈവവേദന കൃപയും കിട്ടും, അനുഗ്രഹം കിട്ടും. നിന്റെ സൗമ്യത വഴി കൈയടിച്ച് കിടത്താൻ ഞങ്ങളുടെ സ്വഭാവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, മനോഭാവങ്ങളെ സമർപ്പിക്കുന്നു, ഹൃദയവിചാരങ്ങളെ സമർപ്പിക്കുന്നു. കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ആദ്യം തന്നെ അമ്മ മാതാവിനും ദൈവകുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ആര്യ ഉണ്ണി. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ 16-നാണ്. എൻ്റെ അമ്മ മുൻപേ തന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ അനുജത്തിക്ക് ഒരു മാർച്ച് മാസം തൊട്ട് മെയ് മാസം തൊട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ആദ്യമൊന്നും അധികം കാര്യമാക്കിയില്ല. ഞാൻ ആ സമയത്ത് ചെന്നൈയിൽ അപ്പോളയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വന്നതിന് ശേഷം അവളുടെ മുടി കൊഴിച്ചിൽ ഒരുപാട് തീവ്രമാവുകയും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് വളരെ മുടി കൊഴിച്ചിൽ, ഇനി മുടി നന്നായി കൊഴിയുകയും ഫുൾ മുടി പോവുകയും ഇനി മുടി വളരാൻ സാധ്യത കുറവാണെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. ആ സമയത്ത് വളരെയധികം വിഷമത്തിലൂടെയാണ് കടന്നു പോയത്. എനിക്ക് ആ സമയത്ത് ഒരു എക്സാം കൂടി ഉണ്ടായിരുന്നു. ആ പ്രിപ്പറേഷനിലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് ഞാനിവിടെ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, ഈ ഉടമ്പടി എടുക്കാം അമ്മ, ഉടമ്പടി എടുത്താൽ മാതാവ് ഉറപ്പായിട്ടും അത് സാധിച്ചു തരും.
ആർച്ചയുടെ കാര്യം തന്നെ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഇവിടെ വന്നപ്പം കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടിക്കരയുമായിരുന്നു. അങ്ങനെ ഞാൻ വന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഒറ്റയ്ക്ക് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ചെന്നൈയിൽ തിരിച്ചു പോയി. ആ സമയത്ത് എനിക്ക് ഏറ്റവും വലിയ വിഷമം, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടമ്പടി തൈല് എൻ്റെ അനീജത്തിക്ക് മുടിയുടെ ഭാഗത്തൊന്നും എനിക്ക് തൊട്ട് കൊടുക്കാൻ പറ്റിയില്ല. കാരണം ആ സമയം കൊണ്ട് എനിക്ക് മനസ്സിലായി അവളുടെ മുടി ഫുള്ള് കൊഴിഞ്ഞു പോയെന്ന് എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ അമ്മയെടുത്ത് പറയും, അമ്മ, മാതാവ് ഞാനിവിടെ ഉടമ്പടി തൈല് ഞാൻ കഴുത്തിൽ ഞാൻ പുരട്ടുന്നുണ്ട്, അവളുടെ തലയിൽ ഞാൻ പുരട്ടുന്ന പോലെ ഞാൻ എന്നിൽ തന്നെ പുരട്ടുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവൾക്ക് പുരട്ടി കൊടുക്കുമായിരുന്നു. ഒരു 2 മാസം എനിക്ക് ആ സമയത്ത് എക്സാം ഉണ്ടായിരുന്നു. എക്സാം പ്രിപ്പറേഷന് എനിക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. കാരണം എക്സാമിന് പഠിക്കുകയും വേണം, ആ സമയത്ത് തന്നെ ജോലിക്ക് പോവുകയും വേണം. അതും എനിക്കൊരു വിഷമമായിരുന്നു. ദൈവം എനിക്കറിഞ്ഞു തന്നെ പെട്ടെന്ന് തന്നെ അതൊരു വളരെയധികം ഒരു അത്ഭുതം തന്നെയാണ്. കാരണം പെട്ടെന്നൊരു ജോലി ഞാൻ ചെന്ന് എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവർ ഇൻ്റർവ്യൂവിന് കയറ്റി. ഒരു 10 പേരുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിന്. അതിലൊരു 2 പേരെ മാത്രമേ സെലക്ട് ചെയ്തോളൂ. അവർ പെട്ടെന്ന് തന്നെ എന്നെ സെലക്ട് ചെയ്തു. ഞാൻ ആഗ്രഹിച്ചതിലധികം ശമ്പളവും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല വർക്കിംഗ് അവേഴ്സ് ആയിരുന്നു. എനിക്ക് ആ ജോലി ചെയ്തിട്ട് വന്നിട്ട് പഠിക്കാനൊക്കെ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമായിരുന്നു. കാരണം ആ സമയത്ത് നാട്ടിൽ നിന്ന് എൻ്റെ അനുജത്തിയുടെ മുടി കൊഴിയുന്ന കണ്ടുകൊണ്ട് എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഞാൻ ചെന്നൈയിൽ പോയി. കാരണം എനിക്ക് ആ എക്സാം പാസ്സാവണമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ടുപോയി എൻ്റെ പാസ്പോർട്ടിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഉള്ളിൽ എനിക്ക് കാശിരൂപം ഒന്നും കൊണ്ടുപോകും. ഞാൻ കാശിരൂപം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാം ഹാളിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ മാതാവിൻ്റെ കാശിരൂപം കയ്യിൽ തന്നെ വെച്ചായിരുന്നു. ഉപ്പ് ഞാൻ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉള്ളിൽ ചെന്നിട്ട് ഞാൻ എക്സാം എഴുതി. എക്സാമിൽ എനിക്ക് നല്ല മാർക്കോടെ പാസ്സാവാൻ കഴിഞ്ഞു. പിന്നെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ അമ്മ പറയുമായിരുന്നു, ആർച്ചയുടെ മുടി നന്നായിട്ട് വളർന്നു. അപ്പം ഞാനിവിടെ ചെന്നൈ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ അമ്മ പറയുന്നതാണ് ഞാൻ വിചാരിച്ച. ഒരിക്കൽ എൻ്റെ അനിയത്തി എന്നെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ മുടിയെല്ലാം വളർന്നു. കാരണം ഡോക്ടറൊക്കെ പറഞ്ഞത് മുടി ഇനി വളരത്തില്ല, വളർന്നാലും പിന്നെയും കൊഴിഞ്ഞു പോകുമെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു ആ സമയത്ത്. എന്നിട്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് തിരിച്ചു പോകാൻ ആ പ്രോസസ്സിങ് എല്ലാം ഒന്ന് പെട്ടെന്ന് റെഡി ആവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ വിദേശത്ത് പോകണം മാതാവേ, സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ഒരുപാട് സമയമെടുത്ത പ്രോസസ്സിങ്. എനിക്ക് പെട്ടെന്ന് എൻ്റെ മാതാവ് ഒരു 2 മാസം പോലും ആയില്ല, 1 മാസം കൊണ്ട് എക്സാം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ പ്രോസസ്സിങ് എല്ലാം റെഡിയായി. ഈ ഒക്ടോബർ 18-നാണ് എനിക്ക് ഫ്ലൈറ്റ്. ഇനി ഞാൻ 3 മാസം ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ വെച്ച 6 നിയോഗങ്ങളിൽ എല്ലാ നിയോഗങ്ങളും എനിക്ക് എൻ്റെ മാതാവ് നടത്തി തന്നു. എനിക്ക് ഏറ്റവും വിഷമം എൻ്റെ അനിയത്തിയുടെ കാര്യത്തിലായിരുന്നു. അവളുടെ മുടി വളർന്നതിൽ എനിക്ക് ഏറ്റവും വലിയ നന്ദി എൻ്റെ മാതാവിനോട്. അത്ര ഞാൻ അവിടെ തന്നെ എല്ലാ ദിവസവും എൻ്റെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവിടെ മലയാളികളായിരുന്നു കൂടുതലും വരുന്നത്. അപ്പോൾ അവർക്ക് ആർക്കും അധികം അറിയത്തില്ല. ഞാൻ ഈ പത്രം അവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ, ആണോ ഇത് എവിടെയാ മോളെ, എവിടെയാ, ആലപ്പുഴ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുമായിരുന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഞാൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. വിശ്വാസ പ്രമാണം ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തും ഞാൻ എൻ്റെ പേഷ്യൻസൊക്കെ ഇങ്ങനെ വേദനയാ സിസ്റ്ററെ, അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയുമ്പം ഞാൻ വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലും. ഞാൻ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടൊക്കെ ഞാൻ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ പറയുമായിരുന്നു, അധികം വേദനയൊന്നും ഇല്ല സിസ്റ്ററെ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു. കാരുണ്യ പ്രവർത്തനം എല്ലാ ബുധനാഴ്ചയിലും ചെന്നൈയിലൊരു സ്ഥലമുണ്ട്, ഒരു ബീച്ച് പോലെ. അവിടെ കാല് വയ്യാത്തവരൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് പൈസയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ അവരടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അവർക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാത്തിനും അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഞാൻ 21/5/23 ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്.
ഞാൻ ആദ്യം വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ യൂട്രസ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ഉടമ്പടിക്ക് വരുന്നത്. പക്ഷേ എനിക്ക് യൂറിൻ പാസ് ചെയ്യുന്നത് വേഗം പോകുമായിരുന്നു. ഉടമ്പടിക്ക് ഇവിടെ വന്ന് ഞാൻ ആ ഒരു ദിവസം ആദ്യം തന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു. കാരണം എപ്പോഴും യൂറിൻ പൊയ്ക്കൊണ്ടേയിരിക്കും. ഞാൻ അങ്ങനെ ഇവിടുന്ന് ഉപ്പും തേനും എല്ലാം യൂസ് ചെയ്ത് എനിക്കിപ്പോൾ അത് നിശേഷമായി മാറി. പിന്നെ രണ്ടാമത്തത് ഞാൻ ശ്വാസം മുട്ടൽ അനുഭവിക്കുമായിരുന്നു. ഞാൻ ഇൻഹേലർ വലിക്കുന്നതായിരുന്നു. പക്ഷേ 1.5 കൊല്ലം ഞാൻ ശ്വാസം മുട്ടിന് മരുന്നും കഴിച്ചുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ശ്വാസം മുട്ടില്ല, ഞാനത് വലിക്കുന്നതുമില്ല. അത് നിശേഷം എനിക്ക് മാറ്റി തന്ന്. പിന്നെ എനിക്ക് ഒരുപാട് സങ്കടകരമായ കാര്യങ്ങളും വിഷമങ്ങളും മാനസികമായിട്ട് സമ്മർദ്ദവും ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് അമ്മ മാതാവ് മാറ്റി തന്ന്. പിന്നെ എൻ്റെ ഈ മകളുടെ കാര്യത്തിൽ തന്നെ ആയാലും ഞാൻ ഒരുപാട് വിഷമിച്ച്. പക്ഷേ മൂത്ത ആൾ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് സങ്കടങ്ങൾ എനിക്കുണ്ടായിരുന്നു ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ. മെയ് 22-ാം തീയതി ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ആശുപത്രിയിൽ ഇതിനു വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ മോളുടെ തലയിൽ ഉപ്പ് മോൾ ഉപയോഗിച്ചത് തന്നെ ഞാൻ വീട്ടിലിരുന്ന്, മോൾ ചെന്നൈയിലാണ് അത് മോൾ സ്വന്തമായിട്ടാണ് ഉപയോഗിച്ചത്. പിന്നെ വീട്ടിലിരുന്ന് ഞാനത് മോൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത്. പിന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് മുടി വളരാൻ പാടായിരിക്കും, മുടി കിളിച്ച് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എൻ്റെ മോളുടെ മുടി നിശേഷം മാറി. പിന്നെ എനിക്ക് ശ്വാസം മുട്ടിന് ഞാൻ മാറാൻ വേണ്ടി ഉപയോഗിച്ചത് രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ തേൻ യൂസ് ചെയ്തതിന് ശേഷം. പക്ഷേ അതുകൊണ്ട് ഞാൻ എപ്പോൾ ഉടമ്പടിക്ക് ഇവിടെ വന്നാലും 3 മാസത്തേക്ക് 5 കുപ്പി തേൻ കൊണ്ടുപോകും. കാരണം അത് ഒരു ദിവസം എനിക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും വെപ്രാളമാണ്. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്ത് തന്നെ എനിക്ക് ആ അസുഖം മാറിയെന്ന് പൂർണ്ണമായിട്ട് ഞാൻ തേൻ ഉപയോഗിച്ച് തന്നെ എൻ്റെ ഈ ശ്വാസം മുട്ടും ഈ യൂറിൻ്റെ കാര്യവും എനിക്ക് മാറിയത്. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് കിണർ എല്ലാവരും പറഞ്ഞ് സ്ഥലമില്ല, നിങ്ങൾക്ക് കിണറിന് സ്ഥാനമില്ല, നിങ്ങൾക്ക് ഇനി വെള്ളം കിട്ടാൻ യാതൊരുവിധ വഴിയും കാണുന്നില്ല. അങ്ങ് കൊറോണയ്ക്ക് മുമ്പേ ഞാൻ ഈ കിണറിന് വേണ്ടിയാണ് പരിശ്രമിച്ചത്. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് കിണറിന് ഒരു സ്ഥാനമില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉപ്പും ഇവിടുത്തെ കിണറ്റിലെ വെള്ളവും കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൻ്റെ സ്റ്റെയറിൻ്റെ അടിയിൽ, എനിക്ക് അവിടെയുള്ള സ്ഥലം, അവിടെ ഞാൻ ഒഴിച്ചിട്ട് പ്രാർത്ഥിച്ച് എനിക്കിവിടെ ഒരു കുഴൽ കിണറിനെങ്കിലും അമ്മ എനിക്കൊരു സ്ഥാനം തരണം, എനിക്ക് വെള്ളമാണ് വേണ്ടുന്നത്. അങ്ങനെ ഞാൻ കുഴൽ കിണറുകാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ കുട്ടി ഇവിടെ ഒരു സ്ഥാനം കാണുന്നുണ്ടല്ലോ, നമുക്ക് ഇവിടെ കുഴൽ കിണർ കുഴിക്കാം. അങ്ങനെ കുഴൽ കിണർ കുഴിച്ച് അവിടുത്തെ ആ വെള്ളമാണ് ഇപ്പോൾ ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്തിരുന്നത്. നല്ല വെള്ളവുമാണ്. എനിക്ക് അതിൽ വലിയ ഒരുപാട് നന്ദി അമ്മയെടുത്ത് പറയാനും ഉണ്ട്. പിന്നെ എൻ്റെ മോളുടെ വിദേശത്ത് പോകുന്ന കാര്യം എനിക്ക് അതും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മ മാതാവ് അതും നേടി. മോള് ഒക്ടോബർ 18-ാം തീയതിയാണ് എൻ്റെ മോൾക്ക് പോവാൻ. ശനിയാഴ്ച രാത്രിയിൽ 9 മണിക്ക് ഫ്ലൈറ്റ്. പിന്നെ അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അൾത്താരയ്ക്ക് മുന്നിൽ ഇവിടെ നിൽക്കുവാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പൂർത്തിയാക്കുന്നു. എൻ്റെ പേര് മിന്നു ജോർജ്. എൻ്റെ ഇടവക ഫാത്തിമ മാതാ ചർച്ച് പെരുമ്പുന്ന, കണ്ണൂർ ജില്ലയിലാണ് വീട്. ഈ അൾത്താരയിൽ തിരുക്കുമാരൻ്റെയും അമ്മ മാതാവിൻ്റെ മുൻപിൽ ഈ പാപിയ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചത് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും കന്യകാമറിയത്തിൻ്റെയും തിരുക്കുമാരൻ്റെയും സാന്നിധ്യമുള്ള ഒരുപാട് പേർക്ക് അത്ഭുതം ലഭിച്ച ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഞാൻ 2023 ജൂൺ 27 നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് മാതാവ് എന്നെക്കൊണ്ട് തോന്നിക്കുകയാണ്, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാവിന് സമർപ്പിക്കുക, എല്ലാ കാര്യവും ശരിയാകുമെന്ന്. ഞാൻ കുവൈറ്റിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി. ഞാൻ അവിടുന്ന് ട്രെയിൻ പിടിച്ച് ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും പപ്പയും കൂടെ ഇവിടെ മാമാരിക്കുളത്ത് ട്രെയിനിൽ വന്നിറങ്ങി. എനിക്കറിയില്ല എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് അറിയില്ല. എന്തൊക്കെയോ സഹായത്താൽ ഒരു ചേച്ചി എന്നെ സഹായിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു.
അന്ന് ഞാനിവിടെ ഒത്തിരി ഞങ്ങൾ വേദനിച്ചാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് 30 വർഷമായിട്ട് ഭവനം ഇല്ലായിരുന്നു. അതിൻ്റെ ഒത്തിരി കണ്ണീരും വേദനയും കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഒരു ഭവനം ലഭിക്കാനായിട്ട്. ആദ്യമായിട്ട് ഞാൻ വെച്ചതും ഭവനം ലഭിക്കുമെന്നുള്ളൊരു നിയോഗമായിരുന്നു. എൻ്റെ വീടിനെ തറക്കല്ലിട്ടത് ഒക്ടോബർ 7, 2023 2 വർഷം മുൻപെയാണ്. ഇന്ന് ഈ ദിവസം ഒക്ടോബർ 7, 2025 എനിക്ക് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചത് തന്നെ മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം മൂലമാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ണുനീര് വീണ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചത് എവിടെയാണോ അവിടെയാണ് ഞങ്ങൾ ഇന്ന് ഭവനം പണിത് സുഖമായി സമാധാനത്തോടെ ജീവിക്കുന്നത്. സമാധാനമില്ലാത്തൊരവസ്ഥയായിരുന്നു. അമ്മ മാതാവിൻ്റെ കൃപയാൽ ഇപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു. ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മാനസികമായ വ്യഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും എൻ്റെ മാതാവ് ഞങ്ങളെ ഉയർത്തി ഈ തിരുനടയിൽ നിർത്തി ഞങ്ങൾക്കൊരു ഭവനം തന്നു. ആദ്യമായിട്ട് എൻ്റെ മാതാവിനെ നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് ലഭിച്ച സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് 30 വയസ്സായി. 2-3 വർഷമായിട്ട് വിവാഹം നടക്കാത്ത ഭയങ്കര വിഷമമായിരുന്നു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട്, ഒരു ഭവനമില്ലാത്തതിൻ്റെ വിഷമമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നറിയില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ചെറുപ്പം തൊട്ട് നിത്യസഹായ മാതാവിൻ്റെ ഭയങ്കര പ്രാർത്ഥന ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ട് ഞാൻ ഒത്തിരി നൊവേനകളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ പ്രത്യേകമായ കാപ്പയ്ക്കുള്ളിനെ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. മാതാവേ, അമ്മയുടെ തിരുക്കുമാരനെ തന്നെ എനിക്ക് ജീവിത പങ്കാളിയെ ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ 2025 ഓഗസ്റ്റ് 28 എൻ്റെ വിവാഹമായിരുന്നു. മാതാവിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ യാത്രയിലായിരിക്കുമ്പം ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ച് മാതാവ് എന്നെ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുക. ഇങ്ങനെ ഒരു പ്രത്യേകമായ അട്രാക്ഷൻ ഉണ്ടായി. ആ പള്ളിയുടെ നടയിലാണ് എൻ്റെ വിവാഹം നടന്നത്. ആ പള്ളിയുടെ ഇടവകയിലേക്ക് ഒരു ഇടവാംഗമായിട്ട് എന്നെ മാതാവ് ക്ഷണിച്ചു. മാതാവിൻ്റെ പ്രസിദ്ധമായ ഒരു പള്ളിയിലേക്ക് മാതാവ് എന്നെ ക്ഷണിച്ചു. അതൊരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത്. മൂന്നാമതായിട്ട് 2021 തൊട്ട് ഞാനൊരു നേഴ്സാണ്. ഏതൊരാളുടെ ആഗ്രഹമാണ് പുറത്ത് യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോയി ജോലി ചെയ്യണമെന്ന്. അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ വീടൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി. ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. 2021 തൊട്ട് ഞാൻ OET പഠിക്കാൻ തുടങ്ങി. 2-3 പ്രാവശ്യം എഴുതി ചെറിയ മാർക്കിന് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ദൈവമാതാവിൻ്റെ കൃപയാൽ എനിക്ക് കുവൈറ്റിൽ ജോലി കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തും ഒരു തവണ എഴുതി ചെറിയ മാർക്കിന് പോയി. അതെനിക്കറിയാം എന്തുകൊണ്ടാണ് പോയതെന്ന്. ഞാൻ വിശ്വസ്തപൂർവ്വം ഒന്നും അല്ല പാലിച്ചത്. ഞാൻ ഒരുപാട് ക്ഷമിക്കേണ്ട കുറേ ആളുകളുണ്ടായിരുന്നു. അവരോട് ക്ഷമിക്കാനോ വിശ്വസ്തത പോലെ ഉടമ്പടി പാലിക്കാനോ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് എനിക്ക് 2-3 മാർക്കിന് ഞാനതിന് തോറ്റു. പിന്നെ എനിക്കറിയാം മാതാവ് എന്നെ രക്ഷിക്കും. നോട്ട് ബൈ, അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ ബട്ട് ബൈ ഗ്രേസ്, അനുഗ്രഹം മാതാവ് എന്നാലും തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 5ാമതൊരു അറ്റംപ്റ്റ് എഴുതി. അതിൽ മാതാവിൻ്റെ ഉപ്പ് പ്രത്യേകമായിട്ട് ഞാൻ മുഴുവൻ വെതറി. എൻ്റെ പോക്കറ്റിൽ ഞാൻ കരുതി അത് പാടില്ലാത്തതായിരുന്നു. എന്നാലും ഞാൻ മുഴുവൻ ഉപ്പ് 4 മൊഡ്യൂളിനെ മുഴുവൻ പേപ്പറെ മുഴുവൻ ഞാൻ വെതറി. സ്പീക്കിങ്ങിൻ്റെ മൊഡ്യൂളിൻ്റെ സമയത്ത് മേശയുടെ താഴെ മുഴുവൻ ഞാൻ ഇവിടുന്ന് കിട്ടി ഉപ്പ് മുഴുവൻ വെതറി. ഞാൻ കുറേ കഴിച്ചു. കാശുരൂപ മുറുകെ പിടിച്ചു. പിന്നെ ഞാൻ കുറേ അധികം ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ തേച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓരോ പേപ്പറിലും ഓരോ പേജിലും ഞാനത് അപ്ലൈ ചെയ്തു. എൻ്റെ ദൈവാനുഗ്രഹത്തിന് റിസൾട്ട് എനിക്ക് ഒരു പേടിയില്ലായിരുന്നു. കാരണം എൻ്റെ അമ്മ മാതാവ് എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ അധികം പഠിക്കാതെ തന്നെയാണ് പോയത്. മാതാവ് എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ തവണ എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നത് ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. ഒരു ചൊവ്വാഴ്ചയാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഉടമ്പടി ധ്യാനം കഴിയാതെ റിസൾട്ട് ഞാൻ എടുക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥന, അച്ഛൻ്റെ അനുഗ്രഹ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തപ്പം 4 മൊഡ്യൂളിനും ഫുൾ ബി സ്കോർ തന്ന മാതാവിനെ അനുഗ്രഹിച്ചു. ഒരുപാട് നന്ദി. പിന്നെ ഞാൻ കുവൈറ്റിലായിരുന്നു, ഞാൻ നേഴ്സായിരുന്നത് കൊണ്ടും എനിക്ക് ഒരുപാട് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിച്ചില്ല. മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് രോഗികളെ ഞാൻ എൻ്റെ ഈശോയെ, എൻ്റെ തമ്പുരാനാണ്, എൻ്റെ അമ്മ മാതാവാണെന്ന് കരുതി ഞാൻ ഒരുപാട് ശുശ്രൂഷിച്ചു. എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപവും ഒരു കുരിശും ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള സമയത്തിലാണെങ്കിലും
ഞാൻ ഏഷ്യ 45:2 പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ കുരിശുരൂപം മുമ്പിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ മാതാവ് ഒരു ഭയവും ഇല്ലാതെ ആ കാര്യങ്ങളെല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വ്യക്തി ജീവിതത്തിലായാലും ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും ഒത്തിരി അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് അറിയില്ലായിരുന്നു. വിശുദ്ധ കുർബാനയിലൊക്കെയാലും പകുതി സമയത്ത് വേറെ ചിന്തകളൊക്കെ വരുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ കുർബാന എങ്ങനെ യോഗ്യതയോടെ സ്വീകരിക്കണമെന്ന് ഞാൻ പഠിച്ചു. പിന്നെ മാതാവിനെയും ഈശോയും കൂടുതൽ അറിയാൻ സാധിച്ചു. ഞാൻ 10 വർഷം എടുത്താണ് ഒരു ബൈബിള് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വായിച്ചു തീർത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ 4 തവണ ബൈബിൾ വായിച്ച് തീർത്ത അതും തീക്ഷ്ണമായിട്ട് ബൈബിൾ ഓരോ ദിവസം 10ഉം 20ഉം അധ്യായം വെച്ച് വായിക്കാൻ എനിക്ക് കർത്താവ് ഒരു കൃപ തന്നു. പിന്നെ എല്ലാ ദിവസവും 2 ജപമാലയെങ്കിലും ഞാൻ ചെല്ലാറുണ്ടായിരുന്നു. പിന്നെ വ്യക്തിജീവിതത്തിൽ ഞാൻ ഒരുപാട് പേര് കൃപാസനത്തിലെ അനുദിന ശുശ്രൂഷകളും ഇവിടുത്തെ ഉടമ്പടി ധ്യാനമൊക്കെ ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും എന്നെ പരിഹസിച്ചിട്ടുണ്ട്, എപ്പോഴും പ്രാർത്ഥനയായിട്ട് നടന്നിട്ടും കണ്ണീര് മാറുന്നില്ലല്ലോ എന്ന്. കർത്താവ് തരുന്ന പരീക്ഷണത്തിലും എനിക്ക് ഒരു ദിവസം മാതാവ് എനിക്ക് ഇവിടെ നിൽക്കാൻ കാരണം എൻ്റെ മാതാവാണ്. എനിക്ക് എല്ലാവരുടെ മുമ്പിൽ പറയാം. എന്നെ ഉപവസിച്ചതിനൊക്കെ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എൻ്റെ മാതാവ് എനിക്ക് കൃപ തന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും, എങ്കിലും മാതാവിലും ഈശോയിലും അടിയുറച്ച് ജീവിക്കുക. പിന്നെ നമുക്ക് ഇപ്പം ശുഭാപ്തി വിശ്വാസം കൈവിടാതെ എൻ്റെ മാതാവ് അല്ലെങ്കിൽ തിരുക്കുമാരൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുക. ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ കാലുകുത്തി ആരെയും മാതാവ് രക്ഷിക്കാതെ പറഞ്ഞു വിടില്ല എന്നുറപ്പാണ്. അതിൻ്റെ തെളിവാണ് ഞങ്ങൾ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. പിന്നെ പത്രപ്രവർത്തനമായാലും ഇവിടെ നീട്ടിയ പത്രത്തിൽ ഞാൻ തേനും ഉപ്പും എല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്രയും ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും തന്ന തിരുക്കുമാരനും പരിശുദ്ധ കന്യകാമറിയത്തിന് ഒരുപാട് നന്ദി. ഇനിയും സാക്ഷ്യം പറയാനായിട്ട് മാതാവ് എന്നെ ഉയർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ആരാധന.